പ്ലസ് വൺ സുവോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഹോർമോൺസിന് കഴിയും. ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസിനെ നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് വിളിക്കാം. അത്തരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻസും അവയുടെ ഹോർമോൺസും അവ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന ഫങ്ഷൻസും അതേപോലെ അവയുടെ ഡെഫിഷ്യൻസി കൊണ്ടും മറ്റൊക്കെ ഉണ്ടാകുന്ന ശരീരത്തിലെ വിവിധങ്ങളായ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അസുഖങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയി നോക്കുന്ന സമയത്ത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ പാർട്സ് ആയിരിക്കുന്ന ഹൈപ്പോതലാമസിനെ കുറിച്ച്, പിറ്റ്യൂട്ടറിയെ കുറിച്ച്, പൈനിയൽ ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരതൈറോയ്ഡ് ഗ്ലാൻഡ്, അതേപോലെ അഡ്രിനൽ ഗ്ലാൻഡ്സ്. അപ്പൊ ഈ 6 ഗ്ലാൻഡ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ശേഷം വരാനിരിക്കുന്നത് പാൻക്രിയാസിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ ഗൊണാഡ്സ് ആയ മെയിലും ഫീമെയിലും വ്യത്യസ്തമായ ഓർഗൻസ് ടെസ്റ്റിസും ഓവറീസും ഉണ്ട്. ആ ടെസ്റ്റിസും ഓവറീസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ കുറിച്ചും അതേപോലെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ തന്നെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ചില ബോഡി പാർട്സ് ഉണ്ട്. എസ്പെഷ്യലി ഹാർട്ടിന്റെ വോൾസിന് കഴിയും, അതേപോലെ തന്നെ കിഡ്നിക്ക് കഴിയും, ഇനി അതേപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിന് കഴിയും. അവയിൽ ചില ഭാഗങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ഏരിയ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തേത്. അപ്പോൾ പ്ലസ് വൺ സുവോളജിയിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ലാസിന്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് ഇത് കണക്കാക്കാം. അപ്പോൾ ഏതായാലും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്. നമുക്ക് ഇന്നത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെമിക്കൽ കോർഡിനേഷൻ ഇന്റഗ്രേഷന്റെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗത്തൂടെ വേഗത്തിൽ കടന്നു പോകാം. ഓക്കെ, അപ്പോ നമ്മുടെ ചാപ്റ്ററിൽ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കഷൻ ആരംഭിക്കുന്നത് പാൻക്രിയാസ് മുതലാണ്. പാൻക്രിയാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മറ്റ് ഗ്ലാൻഡ്സിനെ അപേക്ഷിച്ച് പാൻക്രിയാസ് ഒരു ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു കോമ്പോസിറ്റ് ഗ്ലാൻഡ് ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ് പാൻക്രിയാസിനെ കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്നോ അല്ലെങ്കിൽ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്നോ വിളിക്കുന്നത്? അതായത് പൊതുവെ നമുക്കറിയാം ഗ്ലാൻഡ്സ് ഒന്നുകിൽ എൻഡോക്രൈൻ ആകാം അല്ലെങ്കിൽ എക്സോക്രൈൻ ആവാം. എൻഡോക്രൈൻ ഹോർമോൺ സെക്രീറ്റിംഗ് ഗ്ലാൻഡ്സ് ലൈക്ക് പിറ്റ്യൂട്ടറി, പാനിയൽ എക്സെട്ര. ദെൻ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് മീൻസ് സം അതർ സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകളായ സലൈവറി ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്, മിൽക്ക് ഗ്ലാൻഡ് അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡ്സ് ഒക്കെയാണ് അതിൽ വരിക. പക്ഷേ ഇവിടെ പാൻക്രിയാസിന്റെ പ്രത്യേകത, നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് പാൻക്രിയാസിൽ നിന്ന് ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്നുള്ളത് ഇറ്റ് ഈസ് എക്സോക്രൈൻ സെക്രീഷൻ. അതേസമയം പാൻക്രിയാസിലെ പ്രത്യേകതരം സെൽസ് ആയ ആൽഫ സെൽസും ബീറ്റ സെൽസും അവ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ അവ അടങ്ങിയിരിക്കുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്ന പാൻക്രിയാസിലെ ഭാഗത്താണ്. അപ്പൊ ഈ ഭാഗത്ത് കാണാൻ കഴിയുന്ന പാർട്ട് നമ്മൾ എൻഡോക്രൈൻ പാർട്ട് ഓഫ് ദ പാൻക്രിയാസ് ആയിട്ട് കണക്കാക്കുകയും ആ എൻഡോക്രൈൻ പാർട്ടിൽ നിന്ന് ദേ ക്യാൻ റിലീസ് ഹോർമോൺ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരേ സമയം ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഡൈജസ്റ്റീവ് ജ്യൂസ് ആയ ഒരു എക്സോക്രൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് പാൻക്രിയാസിനെ ഒരു ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്ന രൂപത്തിൽ, ഒരു കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്ന രൂപത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ക്ലിയർ എന്ന് വ്യക്തമാക്കുന്നു. ഞാൻ പറഞ്ഞു പാൻക്രിയാസിനകത്ത് കാണാൻ കഴിയുന്ന ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് എൻഡോക്രൈൻ പാർട്ട് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, ഐലറ്റ്സ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കൂട്ടങ്ങൾ അർത്ഥം. അപ്പൊ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 ടൈപ്പ് സെൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്കറിയാം, നേരത്തെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. ആൽഫ സെൽസും അതേപോലെ ബീറ്റ സെൽസും അല്ലെ. ഇതിലെ ആൽഫ സെൽസും അതേപോലെ തന്നെ ബീറ്റ സെൽസും അവ പെപ്റ്റൈഡ് ഹോർമോണുകളെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഗ്ലൂക്കഗോണും ഇൻസുലിനും. ഇതില് ആൽഫ സെൽസ് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബീറ്റ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിനെ മെയിൻറ്റെയിൻ ചെയ്യാതെ പറ്റുന്ന തരത്തിലുള്ള, അതായത് ഗ്ലൂക്കോസ് ബ്ലഡിലുള്ള ലെവല് കറക്റ്റ് ആക്കി നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് ആണ് ഈ 2 ഹോർമോൺസിന്റെയും ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ബോഡിയിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യലാണ്, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യലൊക്കെയാണ് ഇവയുടെ ഫംഗ്ഷൻ. നോക്കാം. നമുക്ക് ആദ്യത്തെ ഹോർമോണായ ഗ്ലൂക്കഗോണിനെ കുറിച്ച് പരിചയപ്പെടാം. ഗ്ലൂക്കഗോണിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഫാക്ടർ ഓർ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന് വിളിക്കാം. എന്താ അത്? അതായത് ഗ്ലൂക്കോസിന്റെ അളവ് എന്താ പറയാ പ്രത്യേക തരത്തില് ഈ എന്താ പറയാ ഹെപ്പറ്റോസൈറ്റുകളിലും അതേപോലെ തന്നെ മറ്റും പ്രവർത്തിച്ചുകൊണ്ട് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടാൻ കഴിയുന്ന ഒരു ഹോർമോൺ ആണ് ആര്? ഈ പറഞ്ഞ ഗ്ലൂക്കഗോൺ. അപ്പോ ഹൈപ്പർ ഗ്ലൈസീമിക് എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. ഹൈപ്പർ എന്ന് വെച്ചാൽ കൂട്ടുക, അല്ലെങ്കിൽ നോർമലുള്ള ലെവലിനേക്കാൾ മുകളിലേക്ക് വരിക.
ഗ്ലൈസീമിയ എന്നുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ആണ് ഗ്ലൈസീമിയ. ഓക്കെ, അപ്പോ ഹൈപ്പർ ഗ്ലൈസീമിക് ആണെന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടാൻ കഴിയും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇറ്റ് ആക്ട്സ് ഓൺ ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞു. അതായത് ലിവറിലെ സെൽസ് ആണ് ഹെപ്പറ്റോസൈറ്റ്സ്. അതേപോലെ തന്നെ ദേ ക്യാൻ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജിനോലൈസിസ്. ദാറ്റ് മീൻസ് ഗ്ലൈക്കോജൻ ആയിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ മറ്റൊരു ഫോം ഉണ്ടാവും, അതായത് കാർബോഹൈഡ്രേറ്റ് ഇൻസോളിബിൾ ഫോം. അതിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോജിനോലിസിസ്. ഗ്ലൈക്കോജൻ ഇൻസോളിബിൾ ഫോം ഓഫ് ഗ്ലൂക്കോസ്. അത് നേരത്തെ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഇവിടെ ലിവറിൽ സ്റ്റോർ ചെയ്താണ്. ഗ്ലൈക്കോജിനോലിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്യുക ആൻഡ് റിസൾട്ടിങ് ഇൻ എൻ ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടി വരുന്നു. അത് ആ കണ്ടീഷനാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് വിളിക്കുക. ഓക്കെ, ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവൽ കൂടി വരുന്ന കണ്ടീഷൻ. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടെ ഈ ഗ്ലൂക്കോഗോണിൽ ചെയ്യാൻ പറ്റുന്നത് ദേ ക്യാൻ സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജെനസിസ്. അവിടെ ഓർത്ത് വെക്കേണ്ടത് ഗ്ലൂക്കോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യാന്നാണ്. ഗ്ലൂക്കോജെനസിസ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുക. ഇവിടെ ഗ്ലൂക്കോനിയോജെനസിസ് എന്നാ പറഞ്ഞത്. അതായത് കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സ്, മറ്റ് ഘടകങ്ങൾ എസ്പെഷ്യലി പ്രോട്ടീൻ, ഫാറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്ന പ്രോസസ്സിനെയാണ്, കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എന്നല്ല, നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സിൽ നിന്ന് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ ഗ്ലൂക്കോനിയോജെനസിസ് നടത്തി കഴിഞ്ഞാലും ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കൂടുതൽ ചെയ്യുക. കാരണം എന്താ? പുതുതായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുകയാണ്. അപ്പൊ ഈ തരത്തിലൂടെ നോർമൽ ഇതാണ് ഗ്ലൂക്കോസിന്റെ ലെവൽ ബ്ലഡിലേക്ക് കൂട്ടുന്നു. അതോടൊപ്പം തന്നെ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് യൂട്ടിലൈസേഷൻ കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലും സെൽസ് അതിനെ അങ്ങോട്ടേക്ക് പല ആവശ്യങ്ങൾക്കും എനർജി പ്രൊഡക്ഷന് വേണ്ടിയും മറ്റൊക്കെ ഗ്ലൂക്കോസിന്റെ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ കുറക്കാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ കുറച്ചു കഴിഞ്ഞതിലൂടെയും ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് എവിടെയും പോകാതെ അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ ഗ്ലൂക്കഗോൺ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടാൻ സഹായിക്കുന്നു എന്ന് പറയാം. പക്ഷെ അങ്ങനെ എല്ലാ സമയത്തും കൂടി നിൽക്കാൻ പറ്റുമോ? കുറയുമ്പോൾ മാത്രമേ ഇങ്ങനെ കൂട്ടാറുള്ളൂ. അത് മനസ്സിലാക്കി വെക്കാം. ഇതേ സമയം മറ്റൊരു ഹോർമോൺ ആയിരിക്കുന്ന ആരുണ്ട്? ഇൻസുലിൻ ഉണ്ട്. ഇൻസുലിൻ ചെയ്യുന്ന കാര്യം എന്താണ്? ഇൻസുലിൻ ഒരു ഹൈപ്പോഗ്ലൈസീമിക് ഫാക്ടറാണ്. അതായത് ഗ്ലൂക്കോസ് കൂടുമ്പോൾ അതിനെ കുറക്കാൻ വരുന്ന ആളാണ് ആര്? ഇൻസുലിൻ. അപ്പൊ അതിന്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കിയാൽ അത് ഹെപ്പറ്റോസൈറ്റുകളിലും അതേപോലെ അഡിപ്പോസൈറ്റ്സിലും ഒക്കെ ആക്ട് ചെയ്തുകൊണ്ട് that can enhance cellular glucose uptake. അതായത് ഗ്ലൂക്കോസ് ബ്ലഡിൽ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സെല്ലുകളോട് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ കൂട്ടുന്നു. എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഹെപ്പറ്റോസൈറ്റ്സിലും അഡിപ്പോസൈറ്റ്സിലും. ഹെപ്പറ്റോസൈറ്റ്സിന്റെ പ്രത്യേകത നമുക്കറിയാം, അത് എവിടെയുള്ളതാണ്? ലിവറിലെ സെൽസ് ആണ്. ഹെപ്പറ്റോസൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഹെപ്പറ്റോസൈറ്റ്സ് ആണ് അതിനെ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി അവിടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ദെൻ അഡിപ്പോസൈറ്റ്സിൽ ഫാറ്റ് ആയിട്ടും ഗ്ലൂക്കോസിന് എന്ത് ചെയ്യാൻ പറ്റും? എക്സസ് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫാറ്റ് സെൽസിന്റെ പേരാണ് അഡിപ്പോസൈറ്റ്സ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ തിരിച്ചങ്ങോട്ട് എടുക്കാം. നേരത്തെ എന്താ പറഞ്ഞത്? ബ്ലഡിൽ ഗ്ലൂക്കോസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുകൊണ്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ത് ചെയ്യുന്നു? റാപ്പിഡ്ലി മൂവ് ടു ഹെപ്പറ്റോസൈറ്റ് ആൻഡ് അഡിപ്പോസൈറ്റ്. ലിവറിലേക്കും ഫാറ്റ് സെൽസിലേക്കും ഗ്ലൂക്കോസിന്റെ ലെവൽ ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? വേഗത്തിൽ അങ്ങ് പോകും. ദെയർ ബൈ ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസസ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യാൻ പറ്റുന്ന ഹോർമോൺ ആയതുകൊണ്ടാണ് ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിക് ഫാക്ടർ ആയിട്ട് ഇൻസുലിനെ കണക്കാക്കിയത്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് താഴ്ത്തുക എന്ന അർത്ഥം. ഓക്കെ, ഇത് കൂടാതെ എന്താണ്? ദാറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജെനസിസ് എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി കൺവേർട്ട് ചെയ്യുന്ന. നേരത്തെ പറഞ്ഞത് ഗ്ലൈക്കോജനലൈസിസ് ആണ്. ഇവിടെ എന്താണ്? ഗ്ലൈക്കോജെനസിസ് ആണ്. ഇവിടെ ഗ്ലൈക്കോജൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഗ്ലൈക്കോജൻ ഉണ്ടാക്കുന്ന പ്രവർത്തനമാകുമ്പോൾ ഗ്ലൂക്കോസ് എടുത്തുകൊണ്ടാണ് ഗ്ലൈക്കോജൻ ഉണ്ടാക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 2 ഹോർമോണുകളും അത് പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ബ്ലഡിലെ ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? നോർമൽ ലെവല് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഒന്ന് കൂട്ടാൻ ശ്രമിക്കും, മറ്റൊന്ന് കുറക്കുന്നു. രണ്ടും എന്താണ്? ഒരു ഹോർമോണൽ ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ രണ്ടിന്റെയും ഫംഗ്ഷൻ നമുക്ക് അങ്ങനെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ വിച്ച് വൺ ഈസ് ഹൈപ്പർഗ്ലൈസീമിക് ആൻഡ് വിച്ച് ഈസ് ഹൈപ്പോഗ്ലൈസീമിക് ഓർത്തു വെക്കണം. ഓക്കെ, ഗ്ലൂക്കഗോൺ ഹൈപ്പർഗ്ലൈസീമിക് ആണ്, അതേപോലെ ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിക് ആണ്. എനിവേ, നമ്മൾ ഇവിടെ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് ഈ ഹോർമോണുകളിൽ ഇൻസുലിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമുണ്ട്.
അപ്പൊ ഇൻസുലിൻ ഇല്ലാതെ പോയാൽ എന്താ സംഭവിക്കാന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് വെച്ചുകൊണ്ടൊന്ന് മനസ്സിലാലോചിച്ച് നോക്ക്. എന്താ സംഭവിക്കുന്നുണ്ടാകുക? ഇവിടെ സംഭവിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ്. അതായത് എന്താണ്, ബ്ലഡിൽ ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ ആ ഗ്ലൂക്കോസിനെ കുറക്കേണ്ട ആളല്ലേ ഇൻസുലിൻ. അപ്പൊ ഇൻസുലിൻ ഇല്ല എങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ നിന്ന് കുറക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടി വരും. ചുരുക്കി പറഞ്ഞാൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന അസുഖമല്ലേ ഉണ്ടാക്കുക, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസുലിന്റെ ആബ്സെൻസ് എന്ന് പറയുമ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നു പറയാം. അപ്പോ നമുക്ക് എങ്ങനെ പറയാം ഡയബറ്റീസ് മെല്ലിറ്റസിനെ കുറിച്ച്? ഡയബറ്റീസ് മെല്ലിറ്റസ് ഈസ് ദ ഡിസോർഡർ ഡ്യൂ ടു പ്രൊലോങ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ. അതായത് ഒരുപാട് കാലം ബ്ലഡില് ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഡയബറ്റീസ് മെല്ലിറ്റസ് എന്നുള്ളത്. അപ്പോൾ ഇൻസുലിന്റെ ആബ്സെൻസ് കൊണ്ടാണ് ഉണ്ടാകുക, അല്ലേ? അപ്പം പൊതുവെ എന്താണ്, ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ഹാർംഫുൾ കമ്പൗണ്ട്സ് ലൈക്ക് കീറ്റോൺ ബോഡീസ്. അതിന്റെ ഒരു സിംറ്റം ആണ്. അതായത് ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുതലായി ഉണ്ടാകുന്ന സമയത്ത് അതിനെ സെല്ലുകൾക്കൊന്ന് അപ്ടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്ലൈക്കോജനാക്കി മാറ്റാനൊന്നും കഴിയാതെ വരുന്ന സമയത്ത് അത് നേരെ കിഡ്നിയിലേക്ക് പോകും. കിഡ്നിയിൽ വെച്ചുകൊണ്ട് ഫിൽട്രേഷൻ നടക്കും. അവിടുന്ന് റീഅബ്സോർബ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷെ ആ റീഅബ്സോർബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അളവ് അവിടെ ഉണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് ആ ഗ്ലൂക്കോസ് യൂറിനിലൂടെ എന്താണ് പിന്നെ പാസ് ചെയ്തു പോകും. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസൂറിയ എന്നുള്ളത്. ഗ്ലൈക്കോസൂറിയ എന്നാ വിളിക്കാം. അപ്പോ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് യൂറിനിൽ കാണുന്നതിനാൽ അങ്ങനെ വിളിക്കാറുള്ളത്. ഞാൻ സ്ലൈഡിൽ കൊടുത്തിട്ടില്ല, എന്നാലും മനസ്സിലാക്കി വെക്കാം. ഏതായാലും ഇതിന്റെ മാർഗം എന്നുള്ളത് ഇൻസുലിന്റെ അഭാവമായതുകൊണ്ട് തന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടി വരിക? ഇൻസുലിൻ തെറാപ്പി, അല്ലെ? ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഇതാണ് ഡയബറ്റിസ് മെല്ലിറ്റസ്. അറിയാവുന്ന അസുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമുക്ക് പാൻക്രിയാസിനെ കുറിച്ച് അത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ അടുത്ത പരിചയപ്പെടാവുന്ന ഗൊണാഡ്സിനെ കുറിച്ചാണ്. ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ സെക്സ് ഓർഗൻസിനെ വിളിക്കുന്ന പേരാണ് ഗൊണാഡ്സ്. അതുകൊണ്ട് തന്നെ മെയിലും ഫീമെയിലും ആരുണ്ട്? ഗൊണാഡ്സ് വ്യത്യസ്തമാണ്. ടെസ്റ്റസ് ആർ ദ മെയിൽ ഗൊണാഡ്സ് ആൻഡ് ഓവറീസ് ആർ ദ ഫീമെയിൽ ഗൊണാഡ്. അപ്പൊ ഇവിടെ ഉപയോഗിച്ച ടെസ്റ്റസ് എന്നാണ്, ടെസ്റ്റിസ് എന്നാണ് സിംഗുലർ, ടെസ്റ്റസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പം ഒരു ജോഡി വൃഷ്ണങ്ങളാണ് പുരുഷന്മാരിൽ, ഒരു ജോഡി അണ്ടാശയങ്ങളാണ് ഫീമെയിൽ ഉള്ളത്. അപ്പോ ഇവയാണ് നമുക്ക് എന്തായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദേ ആർ ദ ഗൊണാഡ്സ് അല്ലെങ്കിൽ സെക്സ് ഓർഗൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇവ രണ്ടും വ്യത്യസ്തമായ തരത്തിലുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെയിലും ഫീമെയിലും വ്യത്യസ്തമായ മെസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നതിലൊക്കെ ഈ ഹോർമോണുകൾക്ക് വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ടെന്ന് ഓർമ്മിക്കാം. അപ്പൊ സെക്സ് ഓർഗൻസും അല്ലെങ്കിൽ ഗൊണാഡ്സും അവയുടെ ഹോർമോൺസുമാണ് അടുത്ത് നമ്മുടെ ഡിസ്കഷൻ. അപ്പൊ ഇതിൽ രണ്ടും രണ്ടായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സോ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് ടെസ്റ്റിസ്. ഓക്കെ, ഗൊണാഡ്സിൽ ആദ്യത്തെ മെയിൽ സെക്സ് ഓർഗനായ ടെസ്റ്റിസിനെ കുറിച്ച് പറയാം. അപ്പോൾ ടെസ്റ്റിസിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ പ്രൈമറി സെക്സ് ഓർഗൻ ആൻഡ് എൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചത്. ഒന്ന് പ്രൈമറി സെക്സ് ഓർഗൻ ആണ്, അതേപോലെ എൻഡോക്രൈൻ ഗ്ലാൻഡുമാണ്. അപ്പൊ രണ്ട് ഫങ്ഷൻസ് ആർക്ക് നിർവഹിക്കാനുണ്ട്? ടെസ്റ്റിസിന് നിർവഹിക്കാനുണ്ട്. പ്രൈമറി സെക്സ് ഓർഗൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് മെയിൽ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ട മെയിൽ ഗമേറ്റ് അല്ലെങ്കിൽ ബീജകോശം, പുംബീജം, അതാണ് സ്പേം. ആ സ്പേം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഈ ടെസ്റ്റിസിനകത്ത് തന്നെ. അതേപോലെ തന്നെ മെയിൽ സെക്സ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതും ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റിസ് തന്നെ. അതുകൊണ്ട് തന്നെയാണ് രണ്ട് ഫങ്ഷൻസ് ആയിട്ട് പ്രൈമറി സെക്സ് ഓർഗൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞത്. അപ്പോ ടെസ്റ്റിസിന്റെ ലൊക്കേഷൻ എവിടെയാണ്? നമ്മളിത് അടുത്ത വർഷം കൃത്യമായിട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പറയും. പക്ഷെ ഇപ്പോൾ നമ്മൾ അതിന്റെ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിന്റെ എൻഡോക്രൈൻ ഫംഗ്ഷനിലാണ്. അതായത് ടെസ്റ്റിസ് എങ്ങനെയാണ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിലൂടെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇവിടെ ഹ്യൂമൻ ബോഡിയിലെ ടെസ്റ്റിസ്, മെയിൽ ബോഡിയിലെ ടെസ്റ്റിസ് എന്ന് പറയുന്നത് ദേ ആർ പ്രസന്റ് ഇൻ ദ സ്ക്രോട്ടൽ സാക്ക്. പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ അബ്ഡോമിനും തൊറാക്സിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ സ്ക്രോട്ടൽ സാക്ക് എന്നറിയപ്പെടുന്ന വൃഷ്ണസഞ്ചികളിലാണ് ആരുടെ ലൊക്കേഷൻ? ടെസ്റ്റിസിന്റെ ലൊക്കേഷൻ. അതവന്റെ ടെമ്പറേച്ചർ കൺട്രോളിന് വേണ്ടിയൊക്കെയാണ്. നമുക്ക് അടുത്ത വർഷം പഠിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് പരിചയപ്പെടാം, സെക്കൻഡ് ഇയർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ. നമ്മളിവിടെ ഇനി പറയാൻ പോകുന്നത് ടെസ്റ്റിസിന്റെ ഹോർമോണിനെ കുറിച്ചാണ്. അപ്പൊ ഇതില് ടെസ്റ്റിസിന്റെ ഹോർമോൺ പ്രൊഡ്യൂസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി നോക്കാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ടെസ്റ്റിസിനകത്ത് ഒരുപാട് ട്യൂബ്യൂൾസ് ഉണ്ട്. സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഈ ട്യൂബ്യൂൾസിനെ വിളിക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ്. അതേപോലെ തന്നെ ആ സെമിനിഫറസ് ട്യൂബ്യൂളുകൾ നിൽക്കുന്നതിന് ഇടയിൽ
ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂസ് എന്നല്ലോ അല്ലെങ്കിൽ സ്ട്രോമൽ ടിഷ്യൂസ് എന്ന് അറിയപ്പെടുന്ന ടിഷ്യൂസ് ഉണ്ട്. അപ്പൊ കുറേ സെമിനിഫറസ് ട്യൂബ്യൂൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതിനിടയിൽ സ്പേസ് ഉണ്ടാവില്ലേ, ആ സ്പേസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂ അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ്. ഓക്കെ, ആ സ്പേസിലുള്ള ടിഷ്യൂ ആണ് ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂ. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം, ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലുള്ള ആ ടിഷ്യൂസിനാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സെൽസിനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്? സെക്സ് ഹോർമോണായ ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ടെസ്റ്റിസിന്റെ ഉൾഭാഗത്തെ സെമിനിഫറസ് ട്യൂബ്യൂളുകൾക്കിടയിൽ കാണുന്ന സെൽസ് ആണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. അതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ലേഡിക് സെൽസ്. റിമെമ്പർ ദ സ്പെല്ലിംഗ്. അപ്പൊ ടെസ്റ്റിസിനകത്ത് കാണുന്ന ഹോർമോൺ പ്രൊഡ്യൂസിങ് സെൽസിന്റെ പേര് ഇങ്ങനെ ഓർത്തു വെക്കാം. എന്താ പേര്? ലേഡിക് സെൽസ്. മറ്റൊരു പേര് കൂടെ ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. എന്താ റോള് അല്ലെ? ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ ഹോർമോൺസ്. മെയിൽ സെക്സ് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, ആൻഡ്രോജൻസ്. ഇതൊരു കൂട്ടം ഹോർമോൺസ് ആണ്. അതിൽ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോണിനെ വിളിക്കുക ടെസ്റ്റോസ്റ്റിറോൺ എന്നാണ്. ഇതിൽ പേര് തന്നെ ഇറ്റ് ഈസ് എ സ്റ്റിറോയിഡ് ഹോർമോൺ എന്ന് ഓർത്തു വെക്കണം. അതേപോലെ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അപ്പൊ മെയിൽ സെക്സ് ഹോർമോണിന്റെ പേര് ജനറലി ആൻഡ്രോജൻ എന്ന് പറയാം. അതിൽ സ്പെസിഫിക് ആയി ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൽ ഏറ്റവും കൂടുതൽ ആരാളുള്ളത്? ടെസ്റ്റോസ്റ്റിറോൺ. അപ്പൊ രണ്ട് വാക്കുകൾ കേട്ടാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആകരുത്. ആൻഡ്രോജൻ എന്നത് മെയിൽ സെക്സ് ഹോർമോണിനെ ജനറലി വിളിക്കുന്ന പേരാണ്. ഓക്കെ, ഈവൻ അഡ്രീനൽ ഗ്ലാൻഡിന് പോലും അല്പം ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ജനറലി പറയുന്ന പേരാണ്. പക്ഷെ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ഹോർമോൺ ആരാണെന്ന് ഓർക്കുക? ടെസ്റ്റോസ്റ്റിറോൺ ആണെന്ന് ഓർത്തു വെക്കാം. എന്താണ് ഈ ടെസ്റ്റിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോജന്റെ ഫംഗ്ഷൻസ്? ഓക്കെ, ഫംഗ്ഷൻസ് ഓഫ് ആൻഡ്രോജൻ ഒന്ന് പരിചയപ്പെടണം. മെയിൻ ആയിട്ട് റെഗുലേറ്റ് ദ ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ആക്സസറി സെക്സ് ഓർഗൻ. അതായത് മെയിൽ ബോഡിയിലെ സെക്സ് ഓർഗൻ, അതിൽ ആക്സസറി സെക്സ് ഓർഗൻ എന്ന് പറയാൻ എന്താ കാരണം? പ്രൈമറി സെക്സ് ഓർഗൻ ടെസ്റ്റിസ് ആണ്. അതല്ലാത്ത മറ്റു ഭാഗങ്ങളുണ്ട്, പീനിസ് അല്ലെ, പുരുഷലിംഗം, അതേപോലെ തന്നെ അതർ ഗ്ലാൻസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾ പോലുള്ള ഗ്ലാൻഡുകളൊക്കെ, ഇനി അവയോട് ചേർന്ന ചില ഡക്റ്റുകൾ, അതൊക്കെയാണ് ആക്സസറി സെക്സ് ഓർഗൻ എന്ന് പറയാം. അത്തരം ഭാഗങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും മെച്ചൂർ ആകാനും സഹായിക്കും അല്ലെ. അപ്പൊ സെക്സ് ഓർഗൻസിന്റെ മെച്ചുറേഷൻ വേണമെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വേണം. ഇനി രണ്ടാമത്തെ ആൻഡ്രോജൻ ഫംഗ്ഷൻ ആണ് സ്പെർമറ്റോജെനിസിസ്. എന്ന് വെച്ചാൽ ടെസ്റ്റിസിനകത്ത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കാര്യത്തെ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. സ്പെർമറ്റോജെനിസിസ്, സ്പേമുകൾ ഉണ്ടാകുക, അങ്ങനെയാ വാക്ക്. സ്പെർമറ്റോജെനിസിസ്, ജെനസിസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യലാണ്, സ്പേം ഉണ്ടാകുന്നതുകൊണ്ടാണ് സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത്, സ്പേം പ്രൊഡക്ഷൻ. ഇനി അതേപോലെ തന്നെ ദാറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് സെക്ഷുവൽ ബിഹേവിയർ, ലിബിഡോ എന്ന് പറയാം, മെയിൽസ് അല്ലെ, പൊതുവെ സെക്ഷൽ ബിഹേവിയർ. അപ്പൊ അത്തരത്തില് മെയിൽ ബോഡിയിൽ നിന്നുണ്ടാകുന്ന എന്താ പറയാ ലൈംഗിക സ്വഭാവങ്ങളൊക്കെ തന്നെ, അവരുടെ സെക്ഷൽ ബിഹേവിയർ ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നതും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ആരാണ്? ഈ ആൻഡ്രോജൻ ആണ്. അതേപോലെ തന്നെ ഗ്രോത്ത് ഓഫ് മസിൽസ്, കാരണം മസ്കുലിൻ ബോഡി എന്ന് പറയുന്ന സമയത്ത് കുറച്ച് മസിലൊക്കെ ഉണ്ടാവും അല്ലെ, പുരുഷന്മാർക്ക് ആ രീതിയിൽ എന്താണ് ഒരു മസിൽ ഡെവലപ്മെന്റ് ഒക്കെ. അപ്പം ഗ്രോത്ത് ഓഫ് മസിൽസ് പ്രധാനമാണ്. ദെൻ ഹെയർ ഗ്രോത്ത്, എസ്പെഷ്യലി എന്താണ് ഫേഷ്യൽ ഹെയർസ് അല്ലെ, അതേപോലെ എന്താണ് ആക്സിയൽ ഹെയർസ്. പുരുഷന്മാരിൽ മാത്രം എന്താണ് ഈ നെഞ്ചിന്റെ ഭാഗത്ത് രോമങ്ങൾ, മുഖത്ത് പ്രത്യേക രോമങ്ങൾ, ഒന്നും എന്താണ് സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അത്തരം ഹെയർ ഗ്രോത്ത്. അതേപോലെ പുരുഷന്മാരുടെ നേച്ചർ ഒരു അഗ്രസീവ് നേച്ചറാണ്, വേഗത്തിൽ ഒന്ന് അഗ്രസീവ് ആയിട്ട്, അതായത് ഒന്ന് പെട്ടെന്ന് പ്രതികരിച്ച ആ രൂപത്തിലാണ്, വളരെ പാസീവ് ആയിരിക്കില്ല, അഗ്രസീവ് ആയിരിക്കും അല്ലെ. അപ്പോ അതും ഈ ഹോർമോണുകൾ നൽകുന്നതാണ്. ദെൻ ലോ പിച്ച് വോയിസ്, വോയിസിന്റെ എന്താണ് കുറച്ച് എന്താണ് ഗാംഭീര്യം കൂടിയ, പിച്ച് എന്താണ് കുറഞ്ഞ, പിച്ച് കൂടുന്ന സമയത്ത് എന്താ പറയാ ശബ്ദം നേരത്തെ ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിലായി മാറാം. സ്ത്രീകളുടെ ശബ്ദത്തിന്റെ പ്രത്യേകത പിച്ച് കൂടിയ ശബ്ദമാണ് അല്ലെ. പുരുഷന്മാരുടെ ശബ്ദം എന്ന് പറയുമ്പോൾ ലോ പിച്ചാണ്, ലോ പിച്ച് വോയിസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൂടാതെ പ്രോട്ടീന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും ആനബോളിസത്തിനും, കാറ്റബോളിസം അല്ല, കാറ്റബോളിസം മീൻസ് അതിനെ ബ്രേക്ക് ചെയ്യലാണ്, പക്ഷെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ നിർമ്മിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്, അതാണ് ആനബോളിക് പ്രോസസ്സ്. അപ്പൊ ആ ആനബോളിസത്തെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? ആൻഡ്രോജന് കഴിയും. അപ്പൊ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. മെയിൻലി എങ്ങനത്തെ ഓർത്താൽ മതി? സെക്സ് ഓർഗൻ ഡെവലപ്പ് ചെയ്യുന്നു, സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു, അതേപോലെ സെക്ഷൽ ബിഹേവിയറും മെയിൽ ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ, അതാണ് ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞത് അല്ലെ. സെക്ഷൽ ബിഹേവിയർ, ഗ്രോത്ത് ഓഫ് മസിൽ, ഹെയർ, അഗ്രസീവ്നെസ്, ലോ പിച്ച് വോയിസ് ഒക്കെ മെയിൽ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. കൂടാതെ ആനബോളിസം ഓഫ് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് കൂടെ ഓർത്തു വെക്കണം. ഇതാണ് നമുക്ക് ആൻഡ്രോജൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത് ടെസ്റ്റിക്കുലാർ ഹോർമോൺ ആണ്. ഇനി നമ്മൾ എങ്ങോട്ടേക്ക് വരുന്നു? ഓവറിയുടെ ഫംഗ്ഷൻസും അതേപോലെ തന്നെ ഓവറിയിലെ ഹോർമോൺസിനെ കുറിച്ചും പറയാം. ഓക്കെ, അപ്പോ ഓവറിയുടെ പ്രത്യേകത പരിചയപ്പെടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഓവറീസിന്റെ പ്രത്യേകത
അപ്പോൾ ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് ഓവറി എന്നറിയാം. ഓക്കെ, ഫീമെയിൽ സെക്സ് ഓർഗൻ. അപ്പൊ ഈ ഫീമെയിൽ സെക്സ് ഓർഗന് എവിടെയാണുള്ളത്? പെയർ ഓഫ് ഓവറീസ്, 2 ഓവറീസ് ആയിട്ട് ലോവർ അബ്ഡമനിൽ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡമൻ. അതായത് തൊറാക്സ് കഴിഞ്ഞ് അബ്ഡമൻ അല്ലെ, യൂട്രസിന്റെ 2 സൈഡിലായിട്ട് അപ്പം ലോവർ അബ്ഡമനിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ഓർഗൻസ് ആണ് ഓവറീസ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്നാമതായിട്ട് മനസ്സിലാക്കാം അല്ലെ. ഇവിടെ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് അതിനെ പ്രൈമറി സെക്സ് ഓർഗനായി കണക്കാക്കിയത്? ബിക്കോസ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓവം ഡ്യൂറിങ് ഈച്ച് മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, നമ്മളിത് ഓവറിയുടെ സ്ട്രക്ചർ ആണിത്. ഓവറിയുടെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഓവറിയിൽ ഫോളിക്കിൾസ് ഉണ്ട്, പ്രൈമറി ഫോളിക്കിൾസ്. ഞാനിത് നേരത്തെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ കുറിച്ച് FSH പറയുന്ന സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഒന്നുകൂടെ പറയാം. അതായത് ഈ ഓവറിയുടെ ഒരു സെക്ഷണൽ വ്യൂ ആണിത്. ഈ സെക്ഷണൽ വ്യൂവിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വരുന്ന സെൽസിനെയാണ് ഫോളിക്കിൾസ് എന്ന് വിളിക്കാം. ഇനീഷ്യലി ഉണ്ടാകുന്ന ഫോളിക്കിൾസ് പ്രൈമറി ഫോളിക്കിൾ ആയിരിക്കും. അത് പ്രൈമോഡിയൽ ഫോളിക്കിൾ ആണ് ആദ്യം ഉണ്ടാകുക, പിന്നെ ഇത് പ്രൈമറി ഫോളിക്കിളായി മാറി, സെക്കൻഡറി ആയി മാറി, ടെർഷറി ആയി മാറി, ഫൈനലി എന്താണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, വലുതായി വരുന്നത്. ഈ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് ഇത് നമ്മൾ വിളിക്കുക ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണ്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നതാണ് ഓവം. ഇത് എപ്പോഴാണ് സംഭവിക്കുക? മെൻസ്ട്രൽ സൈക്കിളിന്റെ മിഡിൽ അല്ലെ. ഓരോ മെൻസ്ട്രൽ സൈക്കിളിന്റെയും 14ാമത്തെ ദിവസം എന്നാണ് കൃത്യമായ കണക്ക് പറയുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം അല്ലെ. അപ്പൊ ആ രൂപത്തിൽ എന്താണ് പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നതാണ് ഓവം, ദാറ്റ് ഈസ് ദ ഫീമെയിൽ ഗമേറ്റ് അല്ലെ. അപ്പൊ ഈ ഫീമെയിൽ ഗമേറ്റ് ആയ ഓവം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓവറിയുടെ ഒന്നാമത്തെ ലക്ഷ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയാം. അതുകൊണ്ടാണ് ഓവറിയെ നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിച്ചത്. പക്ഷെ നമുക്കിവിടെ പ്രധാനം എന്താണ്? ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോ ഓവറി അല്ലെ ഈസ് ഓൾസോ ഫോമിങ്, ഇറ്റ്സ് ഫോംഡ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞു. അതേപോലെ അവിടെ ആ 2 ഫോളിക്കിൾസ് ഞാൻ പരിചയപ്പെടുത്തി, ഗ്രാഫിയൻ ഫോളിക്കിൾ. അതേപോലെ അതിനിടയിൽ കാണുന്ന ടിഷ്യൂസിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്ട്രോമൽ ടിഷ്യൂ എന്ന് പറയാം. അപ്പൊ ഈ ഒവേറിയൻ ഫോളിക്കിളിന്റെ പ്രത്യേകത ഓൾ ഓഫ് യു ശ്രദ്ധിക്കണേ. ഒവേറിയൻ ഫോളിക്കിളിന്റെ പ്രത്യേകത, ഒവേറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൈമറി ആയി, സെക്കൻഡറി ആയി, ടെർഷറി ആയി, അതേപോലെ ഗ്രാഫിയൻ ഫോളിക്കിലേക്ക് വരുന്ന സമയത്ത് they can synthesize and produce a hormone called estrogen. It's also a steroid hormone. ഞാൻ നേരത്തെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും ആരാണ്? ഒരു സ്റ്റീറോയിഡ് ഹോർമോൺ തന്നെയാണ്. എന്നാൽ ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് മനസ്സിലാക്കണം, കൺഫ്യൂഷൻ ആകരുത്. ഓവറിക്കകത്ത് ഓവം ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഫോളിക്കിൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഈസ്ട്രജൻ റിലീസ് ചെയ്യുക. അപ്പോൾ ഒവേറിയൻ ഫോളിക്കിൾ ആണ് ആരുണ്ടാക്കുന്നത്? ഈസ്ട്രജൻ. ഇനി അടുത്തൊരു കാര്യം മനസ്സിലാക്കണം, വളരെ പ്രധാനം. അതായത് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് മെച്ചുറായി മാറി, ഗ്രാഫിയൻ ഫോളിക്കിളായി മാറി. ആ പേരൊക്കെ ഇപ്പൊ തൽക്കാലം ഓർക്കേണ്ടതില്ല. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഓവം അങ്ങ് റിലീസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? യെസ്, കാണാം. ടെക്സ്റ്റ് എന്താണ് നമ്മുടെ പ്രസന്റേഷൻ അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരത്തില് ഓവം റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ ഫോളിക്കിളിന് എന്ത് സംഭവിക്കും? അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. നമ്മുടെ ഫോക്കസ് ഏരിയ കൂടിയാണത്. അതായത് ഓവുലേഷന് ശേഷം ഈ ഫോളിക്കിള് റപ്ചേർഡ് ഫോളിക്കിൾ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഓവം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ബ്രേക്ക് ആകണം, എന്നാലേ ഓവം പുറത്തേക്ക്, എൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ഓവം ഉള്ളത്, പുറത്തേക്ക് വരണം. അപ്പൊ അങ്ങനെ റപ്ചേർഡ് ഫോളിക്കിള് then it is transformed, it is changing to the form അല്ലെങ്കിൽ changing the form into another structure. That structure is called corpus luteum. എന്താ വിളിക്കുന്നത്? കോർപ്പസ് ലൂട്ടിയം. അപ്പൊ ആരാണ് കോർപ്പസ് ലൂട്ടിയം? ഫോക്കസ് ഏരിയ ആണ്, ഓർത്ത് വെക്കണം. ആഫ്റ്റർ ഓവുലേഷൻ the ruptured follicle forms a structure called corpus luteum. ഓവം റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഫോളിക്കിളിന് മാറ്റം വന്നിട്ട് ഉണ്ടാകുന്ന പുതിയ സ്ട്രക്ചർ ആണ് കോർപ്പസ് ലൂട്ടിയം. അതൊരു യെല്ലോ എൻഡോക്രൈൻ മാസ് എന്ന് വിളിക്കാറുണ്ട്. ഒരു യെല്ലോ കളറിലുള്ള എൻഡോക്രൈൻ സ്ട്രക്ചർ ആണത് അല്ലെ. ആ കോർപ്പസ് ലൂട്ടിയത്തിന് സെക്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ഹോർമോണിന്റെ പേരാണ് പ്രൊജസ്ട്രോൺ. ഇറ്റ്സ് ഓൾസോ എ സ്റ്റിറോയിഡ് ഹോർമോൺ. അപ്പൊ ഓവറിക്ക് ഒരു ഹോർമോൺ അല്ല, ഇറ്റ് ക്യാൻ സിന്തസൈസ് 2 ഹോർമോൺസ്. One is estrogen, the other one is progesterone. One is estrogen, the other one is progesterone. Estrogen പ്രത്യേകത, they are synthesized by developing follicle, whereas progesterone is secreted by follicles converted into corpus luteum after the ovulation. This corpus luteum is secreting the hormone called progesterone. I hope it is clear. അപ്പൊ ആരാണ് പ്രൊഡ്യൂസ് എന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് ഇവ രണ്ടിന്റെയും ഫംഗ്ഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേഗം. നമുക്ക് ആദ്യം ഈസ്ട്രജനിലേക്ക് വരാം. ഈസ്ട്രജന്റെ പ്രത്യേകത അതാണ്, പ്രൈമറിലി എന്താണ്? ഫീമെയിൽ സെക്സ് ഹോർമോൺ ആയിട്ട് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻ. അതായത് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻ അറിയപ്പെടുന്നത് ഓവറി ആൻഡ് പ്രൈമറി. അത് ആക്സറി സെക്സ് ഓർഗൻ ആയിട്ടോ അല്ലെങ്കിൽ സെക്കൻഡറി സെക്സ് ഓർഗൻ ആയിട്ടോ കണക്കാക്കുമ്പോൾ യൂട്രസ്, അതേപോലെ ഫെലോപ്പിയൻ ട്യൂബ്സ്, വജൈന പോലുള്ള ഭാഗങ്ങളൊക്കെ ആരാണ്? സെക്കൻഡറി സെക്സ് ഓർഗൻസ് ആണ്. അവയുടെയൊക്കെ ഡെവലപ്മെന്റ്
ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻ എന്ന് പറയാം. ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾ. ഈ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഒവേറിയൻ ഫോളിക്കിൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആകാൻ അവ തന്നെ സഹായിക്കും. ആക്ച്വലി ഒവേറിയൻ ഫോളിക്കിൾ നിന്നാണ് ഈസ്ട്രജൻ ഉണ്ടാകുന്നത്. പക്ഷേ ഈസ്ട്രജൻ എന്ത് ചെയ്യാൻ പറ്റുന്നു, മറ്റ് ഫോളിക്കിൾസിന് ഡെവലപ്മെന്റ് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിരിക്കുന്ന ഹൈ പിച്ച് വോയിസ്, അതേപോലെ സെക്ഷൽ ബിഹേവിയർ, ദെൻ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് മാമറി ഗ്ലാൻസ് അല്ലെ, സ്ഥലങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നു, ബ്രസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നു അല്ലെ. അപ്പൊ അത്തരം ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, അതേപോലെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോ പിച്ച് ആണ് പുരുഷന്മാർ, അല്ലെങ്കിൽ ഹൈ പിച്ച് വോയിസ് ഉണ്ടാക്കുന്നു, ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ ഉണ്ടാക്കുന്നു. അത്തരത്തിൽ ഫീമെയിൽ എന്താ പറയാ സെക്ഷൽ ക്യാരക്ടേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജൻ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ഓൾസോ ക്ലിയർ. ദെൻ ഐ ക്യാൻ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ഹോർമോൺ, ദാറ്റ് ഇസ് കോൾഡ് പ്രൊജസ്ട്രോൺ. അപ്പൊ പ്രൊജസ്ട്രോൺ എന്നത് മറ്റൊരു ഹോർമോൺ. ഞാൻ പറഞ്ഞു കോർപ്പസ് ലൂട്ടിയം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് ആക്ച്വലി നമ്മൾ ഒരു പ്രഗ്നൻസി ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. കാരണം എന്തുകൊണ്ടാ പ്രഗ്നൻസി ഹോർമോൺ എന്ന് പ്രൊജസ്ട്രോൺ അറിയപ്പെടാനുള്ള കാരണം, ഇറ്റ് ക്യാൻ സപ്പോർട്ട് പ്രഗ്നൻസി. ഒന്നാമത്തെ കാരണം അത് തന്നെ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കോർപ്പസ് ലൂട്ടിയമാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയി മാറും എന്നുള്ള കണ്ടീഷനിൽ ഒരു ഫീമെയിൽ ബോഡി എപ്പോഴും ഇങ്ങനെ ആവശ്യത്തിന് പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുകയാണ്. പക്ഷേ എല്ലാ സമയത്തും ഓവർ റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയോ, അല്ലെങ്കിൽ എന്താണ് ഒരു സെക്ഷൽ കോൺടാക്ട് ഉണ്ടാകുകയോ, അല്ലെങ്കിൽ അതിലൂടെ പ്രഗ്നന്റ് ആയി മാറുകയും ചെയ്യില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ ഒരു ഹോർമോണിന്റെ ലെവൽ അങ്ങ് താഴ്ന്നു പോകും. അങ്ങനെയാണത് എന്താ പറയാ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കും, സ്ഥിരമായിട്ട് എന്താ പറയാ പ്രൊജസ്ട്രോൺ അല്ലെ, ഓവം എപ്പോഴും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്, കോർപ്പസ് ലൂട്ടിയം എപ്പോഴും ഉണ്ടാകുന്നുണ്ട്, പ്രൊജസ്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാകും. പക്ഷെ ഇവിടെ സപ്പോർട്ട് പ്രഗ്നൻസി പറയുന്ന സമയത്ത് എപ്പോഴും പ്രഗ്നൻസിയിലേക്ക് നീങ്ങുന്നില്ലല്ലോ അല്ലെ, അന്ന് കണ്ടീഷൻ വന്നേക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി പ്രഗ്നൻസിയിലേക്ക് നീളുന്നില്ല എങ്കിൽ ഇവിടെ പിന്നെ ഹോർമോണിന്റെ ലെവലും താഴ്ന്നു പോകും. അപ്പൊ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യലാണ് ഈ ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി പീരീഡ് ഈ ഹോർമോണിന്റെ ലെവൽ എപ്പോഴും കൂടി നിൽക്കും. അതാണ് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുക. അതോടെ മനസ്സിലാക്കി വെക്കുക. എനിവേ ദിസ് പ്രൊജസ്ട്രോൺ ക്യാൻ ആക്ട് ഓൺ മാമറി ഗ്ലാൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റിമുലേറ്റ് ഫോർമേഷൻ ഓഫ് ആൽവിയോളൈ. ദേ ആർ ദസ് ആൽവിയോളൈ എന്ന് പറയുന്ന സമയത്ത് ലങ്സിലല്ലേ ആൽവിയോളൈ നിങ്ങൾ വിചാരിക്കരുത്, അത് ലങ് ആൽവിയോളൈ അല്ലേ. ഇവിടെ ആരുണ്ട്? ആൽവിയോളൈ എന്നറിയപ്പെടുന്നത് മാമറി ഗ്ലാൻസിനകത്ത് മിൽക്ക് സ്റ്റോർ ചെയ്യാനുള്ള പ്രത്യേകമായ ലൂമൻസ് അല്ലെങ്കിൽ എന്താണ് ഭാഗങ്ങളുണ്ട്, സെൽസ് ഉണ്ട്. അവയെ നമ്മൾ ആൽവിയോളൈ എന്ന് വിളിക്കുക. അത് മാമറി ആൽവിയോളൈ എന്ന് മാത്രം അല്ലെ. അപ്പൊ മിൽക്ക് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മിൽക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബ്രസ്റ്റിന്റെ ഉൾഭാഗത്ത് കാണുന്ന സെൽസ് ആണ്, അല്ലെങ്കിൽ പ്രത്യേകതരം സാക്കുകളാണ് ആൽവിയോളൈ. അവയുടെ ഡെവലപ്മെന്റും അല്ലെങ്കിൽ എന്താണ് അത്തരത്തില് മെമ്മറി ഗ്ലാൻസിൽ ആക്ട് ചെയ്തുകൊണ്ട് ആൽവിയോളയ്ക്കകത്ത് മിൽക്കിനെ ഫോം ചെയ്യാനൊക്കെ, മിൽക്ക് സെക്രീഷനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പ്രൊജസ്ട്രോണിന് റോൾ ഉണ്ട്. അപ്പൊ ഒന്നുകൂടെ, ഇറ്റ് ആക്ട്സ് ഓൺ മെമ്മറി ഗ്ലാൻസ് ടു സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ആൽവിയോളൈ ആൻഡ് മിൽക്ക് സെക്രീഷൻ. ഓക്കെ, അപ്പൊ അത്തരത്തിലും പ്രൊജസ്ട്രോണിന്റെ റോൾ ഉള്ളതിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ ചാപ്റ്ററിന്റെ ഫാക് എൻഡിലേക്ക് വരുന്ന സമയത്ത്, ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഹൈപ്പോതലാമസ് മുതൽ താഴേക്ക് അല്ലെ, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പാനിയൽ, അങ്ങനെ എന്താണ് തൈറോയിഡ്, പാരാതൈറോയിഡ്, ദെൻ അഡ്രീനൽ ഗ്ലാൻഡ്, ഇപ്പൊ നമ്മൾ ഗൊണാഡ്സ് ഒക്കെ പറഞ്ഞു. ഇവയൊക്കെ പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് അല്ലെ. അപ്പൊ ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലാത്ത ചില അവയവങ്ങളുണ്ട്. ഓക്കെ, അപ്പോ ആരാണ് എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലാത്ത ഈ അവയവങ്ങൾ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്? ഹാർട്ട്, കിഡ്നി, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഇതിൽ ഹാർട്ടും കിഡ്നിയും മാത്രമേ നമ്മളിപ്പോൾ തൽക്കാലം ഫോക്കസ് ആയിട്ട് പറയുന്നുള്ളൂ. അപ്പം ഈ ഭാഗങ്ങൾക്കും നോക്കണേ, അതായത് എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലാത്ത ഈ ഭാഗങ്ങൾക്കും, ഹാർട്ടിനും കിഡ്നിക്കൊക്കെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു എൻഡോക്രൈൻ ഫംഗ്ഷൻ നിർവഹിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് ഹാർട്ടിനെ കുറിച്ചാണ്. ഹാർട്ടിന്റെ ഏട്രിയൽ വോൾസ് നമുക്ക് ഒരു ഹോർമോൺ റിലീസ് ചെയ്ത് തരുന്നുണ്ട്. ആക്ച്വലി ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നെ കിഡ്നി ഫങ്ഷൻസിന്റെ റെഗുലേഷൻ പറയുന്ന സമയത്ത് ആ ചാപ്റ്ററിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഏട്രിയൽ വോൾ ഓഫ് ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെപ്റ്റൈഡ് ഹോർമോണിന്റെ പേരാണ് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഏട്രിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന നാട്രി യൂററ്റിക് ഫാക്ടർ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത, ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്ത് ANF cause the dilation of blood vessel to reduce the BP. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. GFR കൂടുന്ന സമയത്ത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന ആളാണ് ANF എന്ന്. പക്ഷെ അവിടെ ഇത് ഹാർട്ടിന്റെ ഹോർമോൺ എന്ന രൂപത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. സെയിം തിങ് ഒന്നുകൂടെ ആവർത്തിച്ചു എന്ന് മാത്രം. ഏട്രിയൽ വോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് ANF. ഓർത്തുവെക്കുക, ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ അല്ലെ. നാട്രി യൂററ്റിക് എന്ന് പറയുന്ന സമയത്ത് അത് എന്താ പറയുക, നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടുന്ന ആ യൂററ്റിക് എന്നുള്ള വാക്കിൽ മനസ്സിലാക്കാം.
അപ്പൊ എന്താ സംഭവിക്കുന്നത്? ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്ത് ANF എന്താ ചെയ്യുന്നത്? ദാറ്റ് കോസ് ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യും അല്ലേ? അപ്പൊ വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽ ചുരുങ്ങുക, വാസോ ഡയലേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് വികസിച്ചു വരിക. അങ്ങനെ വികസിച്ചു വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വികസിച്ചാൽ എന്താ സംഭവിക്കുക? വോളിയം കൂടിയാൽ എന്താ സംഭവിക്കുക? പ്രഷർ കുറയും അല്ലേ? അത്ര തന്നെ. അപ്പൊ എന്താണ്? ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്ത് വികസിച്ച് ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ANF എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ. ഓക്കെ, നമ്മൾ അടുത്ത കിഡ്നിയുടെ ഹോർമോൺ കൂടെ പരിചയപ്പെട്ട ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് ഓഫ് കിഡ്നി. ഇത് നമ്മൾ എക്സ്ക്രീഷന്റെ ഫംഗ്ഷൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ റെഗുലേഷൻ പറയുന്ന സമയത്ത് പരിചയപ്പെട്ട കാര്യമാണ്. ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്നുള്ളത് അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പിന്നെ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തെ കുറിച്ചല്ല ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ പുതിയൊരു ഹോർമോണിനെ പരിചയപ്പെടുത്താണ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് എ ഹോർമോൺ കോൾഡ് എരിത്രോപോയറ്റിൻ. ഇസ് എ പെപ്റ്റൈഡ് ഹോർമോൺ, പ്രോട്ടീനേഷ്യസ് ആണ് നേച്ചർ. എന്താ ഹോർമോണിന്റെ പേര്? എരിത്രോപോയറ്റിൻ. ഞാൻ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നു. എരിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ RBC ആണ്. എരിത്രോസൈറ്റ് ആരാണ്? RBC. അപ്പൊ എരിത്രോപോയറ്റിനോ RBC ആയിട്ട് എന്തോ ഒരു ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇറ്റ് സ്റ്റിമുലേറ്റ് എരിത്രോപോയസിസ്. എന്താണ് എരിത്രോപോയറ്റിന്റെ പണി? എരിത്രോപോയസിസ് അല്ലെങ്കിൽ RBC ഫോർമേഷനെ സഹായിക്കും. RBC ഫോർമേഷനെ സഹായിക്കലാണ് ആരുടെ റോള്? ഈ പറഞ്ഞിരിക്കുന്ന എരിത്രോപോയറ്റിന്റെ റോൾ. അപ്പൊ അങ്ങനെ നമ്മുടെ ബ്ലഡ് എന്താ പറയാ ബോൺ മാരോയിലും മറ്റൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് RBC ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് എരിത്രോപോയറ്റിൻ എന്നും ഇത് ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് ഓഫ് കിഡ്നി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് JGA. എന്താ ഹോർമോണിന്റെ പേര്? എരിത്രോപോയറ്റിൻ. എന്താ ഫംഗ്ഷൻ? എരിത്രോപോയസിസ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് RBC. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ നമ്മള് ഹാർട്ടിന്റെയും അതേപോലെ കിഡ്നിയുടെയും ഹോർമോൺ കൂടെ പരിചയപ്പെടുത്തി. എനിവേ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തമാണെന്ന് ഓർത്തു മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പാൻക്രിയാസും ശേഷം നമ്മൾ ഗൊണാഡ്സ്, ടെസ്റ്റിസിന്റെയും ഓവറിയുടെയും ഫംഗ്ഷൻസ് അവർ കൃത്യമായിട്ട് തന്നെ അവിടെ പിന്നെ ഓവറി ടെസ്റ്റിസ് മാത്രം പറഞ്ഞ് അവിടെ ഫോക്കസ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹോർമോൺസ് ഓഫ് അതർ ഓർഗൻസ്, ഹാർട്ട്, കിഡ്നി ഒക്കെ പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് താഴെ നമുക്ക് രണ്ടും വിശദീകരിച്ച് തരുന്നുണ്ട് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ കൂടെ പറഞ്ഞു തരുന്നുണ്ട് ഏതൊക്കെയാണ്. ഒന്ന് ANF ആണെന്ന്, മറ്റൊന്ന് എരിത്രോപോയറ്റിൻ ആണ്. അതുകൊണ്ട് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയി നോക്കുന്ന സമയത്ത് നമ്മൾ ചാപ്റ്റർ അവസാനിപ്പിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഫിസിയോളജിയിൽ എല്ലാ ചാപ്റ്റേഴ്സും ഈ രൂപത്തിൽ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ സഹായകമാകുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയെന്നും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുതെന്നും അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ നേരത്തെ പോസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള ചില ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് ഉണ്ടെന്നറിയാം, നിങ്ങൾക്ക് പരാതി ഉണ്ടാകാം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 by 1 ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് മുഴുവൻ ചാപ്റ്റേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കും. സോ ക്ലാസ് കണ്ടതിന് നന്ദി. വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു വെരി മച്ച്.